സീഗയിൽ കിനായത്ത് പറ്റൂല എന്ന നിയമം കൊണ്ടുപോയി. സീഗയിൽ എന്ത് പറ്റൂല? കിനായത്ത് പറ്റൂല. കിനായത്തിൽ സീഗയിൽ കിനായത്ത് പറ്റൂല. പിന്നെ എവിടെ പറ്റുന്നതവിടെ അൽ കിനായത്തു ഫിൽ മഅഖൂദി അലൈഹി. അൽ കിനായത്തു ഫിൽ മഅഖൂദി അലൈഹി. സൂചന മതിയാകും. എടാ ക്ലിയറായി പറയണമെന്നില്ല. മഅഖൂദുൻ അലൈഹി അവിടെ കിനായത്ത് പറ്റും. നിയത്ത് വെച്ചാൽ ക്ലിയറായി. വലം ഇസ്തഖലഫ ഖാദിൻ. വലം ഇസ്തഖലഫ ഖാദിൻ. ഒരു ഖാദി പകരമാക്കിയാൽ, ഖാദി വക്കാലത്താക്കിയാലും വക്കാലത്താവൂല. ഖാദിക്ക് പകരം ഖാദിയാക്കിയിട്ട് നിർത്താനേ പറ്റുള്ളൂ. ഖാദിന്റെ വക്കാലത്ത് ഇസ്തിഖ്ലാഫായി രൂപാന്തരപ്പെടും. വലം ഇസ്തഖലഫ ഖാദിൻ. ഒരു ഖാദി എന്താക്കി? പകരമാക്കി. ഫഖീഹൻ അറിവുള്ള ഒരാളെ ഫീ തസ്വീജി ഇംറാത്തിൻ ഒരു പെണ്ണിനെ കെട്ടിക്കേണ്ടത് ആരായിരുന്നു? ഖാദിയാണ്. ഖാദി ഏൽപ്പിച്ചു. അല്ലെ, ഖാദി ഒരാളെ ഏൽപ്പിച്ചു എങ്കിൽ ഫഹീഹാകും ബിമാ യസിഹു ബിഹി തൗലിയത്തുൽ ഖദായി. ബിമാ ഒരു സീഗ ഉണ്ട്. യസിഹു ബിഹി തൗലിയത്തുൽ ഖദായി. ഖദായിന്റെ തൗലിയത്തിന്റെ സീഗ പറഞ്ഞിട്ടില്ല. അതേപോലുള്ള നിയമാന്നുകൂടെ പറ്റും. ഇതൊക്കെ തമാശ പറഞ്ഞാലൊന്നും പോരാ. തമാശ പറഞ്ഞാൽ തൗലിയത്താവോ? ഖാദിയെ അധികാരപ്പെടുത്തുന്നില്ലേ രാജ്യത്ത്? അതേപോലത്തെ കളി കളിക്കണം. എപ്പോ അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? സഹബിമായ സിയുബിഹി എന്ന് പറഞ്ഞ ഉസ്തിരിത്തല്ല ഫുസഹീഹു. ഇത് വേണം സ്വരീഹായിട്ട്. ഇന്നാലിന്ന പെണ്ണിനെ, ഇന്നാലിന്ന ഭർത്താവിനെ കെട്ടിക്കാൻ ഞാൻ നിങ്ങളെ ഉത്തരവാദപ്പെടുത്തി. ഇങ്ങനെ പറയലോടുകൂടെ ഖാദിക്ക് പകരമുള്ള ഖാദിയായി. വക്കാലത്താവൂല. ഇസ്തിഖ്ലാഫ് ഖാദിന്റെ ഡ്യൂട്ടി ഇവൻ ചെയ്യണം എന്നാണ്. അപ്പം ഖാദിന്റെ സ്ഥാനത്തായി. വലം ഇസ്തഖലഫ പകരമാക്കിയാൽ, പകരമാക്കൽ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കലാം. വീടുണ്ടാകും. ഞാൻ ഇത്ര സമയം വരെ ഉണ്ടാവില്ല, അതുകൊണ്ട് നിക്കാഹ് നിങ്ങൾ നടത്തണം. ചൊല്ലിക്കൊടുക്കുന്ന നിക്കാഹല്ല പറയും, രക്ഷിതാവായിട്ട് നടത്തുന്ന നിക്കാഹ്. ചൊല്ലിക്കൊടുക്കാൻ എന്താ കാലില്ല? അതുകൂടെ അതാക്ക് ജാഹിലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? ആ ഡ്യൂട്ടിയല്ല പറയുന്നത്. പെണ്ണിന് കൈ കൊടുക്കാൻ ആളുണ്ടാവില്ല. രക്ഷിതാവില്ലാത്ത കല്യാണം ഉണ്ടാവും. അവിടെ ആര് കെട്ടിക്കേണ്ടി വരും? ആളി അധികാരപ്പെടുത്തുന്നു വേറൊരാളെ. അത് വക്കാലത്താണ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതെന്തായിട്ടാ രൂപാന്തരപ്പെടുക? അപ്പൊ എങ്ങനെയാണ് പറയേണ്ടത്? വേണ്ട പോലെ പറയണം. ശരിയായ അതിൻ്റെ ഹക്ക് പോലെ പറഞ്ഞെങ്കിലേ എന്താവുള്ളൂ. ഒരു പുതുതായ ഒരു മനുഷ്യനെ ഒരു നാട്ടിൽ ഖാദിയാക്കി നിയമിക്കുമ്പോൾ എന്താ പറയുന്നില്ലേ? അതേപോലെ തന്നെ എന്താക്കണം? ഭംഗിയിൽ പറഞ്ഞുകൊള്ളണം. ഫഖീഹ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കാൻ അറിയുന്ന ആളെയല്ല ഏൽപ്പിക്കൽ. അങ്ങനത്തെ ഫഖീഹ്. അല്ലാണ്ട് ശരിയായ ഫിഖീഹിന്റെ സൂപ്പറാകണമെന്ന് അങ്ങനെ ഉണ്ടാ. ഫീ തസ്വീജി ഇംറാത്തിൻ അത് ഇസ്തഖലഫയിലേക്ക് ഇതിനു വേണ്ടി അധികാരപ്പെടുത്തിയത്. ഒരു പെണ്ണിനെ, ആ പെണ്ണിനെ കെട്ടിക്കേണ്ടത് ആരായിരുന്നു? ബിമാ യസിഹു ബിഹി തൗലിയത്തുൽ ഖദായി.
ബാബുൽ ഖദാ അല്ലേ നിങ്ങൾക്ക്? ഇതിൽ തൗലിയത്ത് പറയുന്നില്ലേ? മല്ലൈതുക എന്നെല്ലാം പറഞ്ഞിട്ട് സീഗ ചെല്ലുന്നില്ലേ? അതേപോലെ ഇവിടെയും ചൊല്ലിക്കൊള്ളണം. മിമ്മാ സയതീൻ, അത് 10:102 ഉള്ളത്. നിങ്ങൾ ഓതുന്ന ഭാഗത്ത് 10:102 എങ്ങനെയാ ചെല്ലേണ്ടത്? 10:102 ബാബുൽ ഖദാ 10:102 അതേ വാർത്ത എത്തിയാ നിങ്ങൾക്ക് എത്തിയാ വൈജു തൗലിയത്തുൽ ഖദാ ഇമാമി വല്ലൈതുക അൽ-അംറ ഏതമത്തു അലൈക അടലെത്തിയാ 10:102. പരിശുദ്ധ തെളിഞ്ഞ സീഗ പറയണം എന്നർത്ഥം. അപ്പൊ എന്താ പറയേണ്ടത്? ഇസ്തഖ്ലഫ്തുക അദിംതു ലക ഫീ തസ്ബീജ് ഫുലാന. ഇനായത്ത് മതിയാവോ? 10:102 മിമ്മാ സയതി ഫീഹി എന്നല്ല, ഫീഹി എന്ന് പറഞ്ഞ ഖബറുൽ ഖത്തമാക്കി. മിമ്മാ സയതി ഫീഹി എന്നല്ല. ഹലോ vale فيه اشتراط اللفظ الصريح ما سيأتي فيه نلا فيه خبر مقدم فങ്ങനെ അർത്ഥം പിന്നീട് വരുന്നുണ്ട്. ഫീഹി പിന്നീട് വരുന്നതായ ഒന്നിലുണ്ട് ഇഷ്തിറാത്തുൽ ലഫ്ളി സരീഹി. തൗലിയത്താക്കുമ്പോൾ സരീഹായ ലഫ്ള് തന്നെ വേണ്ടതാണ്. അത് തീരുമാനിക്കണ്ടേ? വഖറദ ബിഖൗലിനാ ഫിസീഗത്തി ഓണാക്കില്ലേ? ഫിസീഗത്തി എന്ന കൗല് കൊണ്ട് പുറത്തുപോയി. അൽ കിനായത്തു സൂചന ഫിൽ മഅഖൂദി അലി, ആരുടെ മേലെയാണോ നിക്കാഹ് നടക്കുന്നത് അവിടെ സൂചന മതി. ക്ലിയറായിട്ട് പറയണമെന്നില്ല. ബാകുന്ന പെണ്ണ് പുതിയാപ്പളൻ്റെ അടുത്ത് കിനായത്ത് പോരാന്ന് പറയുന്നു. പുതിയാപ്പള ഏറ്റെടുക്കുന്ന ആളായിരുന്നു. മഅഖൂദുൻ അലൈഹി എന്ന് പറഞ്ഞു സൗജത്ത്, അവിടെ അന്താജി മതി. കമാ ഉദാഹരണം ലൗ ഖാല അബൂബനാത്തി, കുറേ പെൺകുട്ടികളുടെ ഉപ്പ പറഞ്ഞു. അബൂബനാത്ത് ബനാത്തിന്റെ ഉപ്പ. സബ്ബജുതുക ഇഹദാഹുന്ന, പെണ്ണിന്റെ പേര് ക്ലിയറിൽ പറഞ്ഞ സബ്ബജുതുക ഇഹദാഹുന്ന. അല്ലെങ്കിൽ ബിന്ദി എന്ന് പറഞ്ഞു. ഏത് ബിന്ദി എന്ന് എങ്ങനെ തിരിയാൽ? ഫാത്തിമ എന്ന് പറഞ്ഞു. അത് ക്ലിയർ ആയിട്ടില്ലല്ലോ. ബിന്ദി എന്ന് പറഞ്ഞു. ഫാത്തിമ എന്ന് പറഞ്ഞതുകൊണ്ട് ബിന്ദിന്ന് കൂട്ടിച്ചേർത്താം. ബന്ധം പറയണ്ടേ? മനവയാമയ്യനത്ത് രണ്ടാളും ഒരേ പെണ്ണിനെ നിയത്ത് വെച്ചു. ഒരു വൈറൽ മുസമ്മാത്തി, പേര് മാറ്റിയാലും പേര് പറഞ്ഞതൊന്നല്ല. ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഫാത്തിമാനെ എല്ലാം നിയത്ത് വെച്ചു. ആയിഷാനെയാണ്. ഒരു പ്രശ്നമുണ്ടാ? രണ്ടാളും എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ? സാക്ഷികൾക്ക് തിരിയോ? സാക്ഷികൾക്ക് അത്രേ തിരിയിട്ടുള്ളൂ. സാക്ഷികൾക്ക് അത്രേ വേണ്ടുള്ളൂ. ബാകുന്ന പെണ്ണിനെ അത്രേ ക്ലിയർ ആക്കേണ്ടതുള്ളൂ പോലും. അതേസമയത്ത് രണ്ടാൾ നിയത്ത് വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾ നിയത്ത് വെച്ച ഒരാൾ വെച്ചില്ല. അല്ലെങ്കിൽ ഒരാൾ വെച്ച നിയത്തല്ല മറ്റേ ആളുടെ നിയത്ത്. എന്നാലും പ്രശ്നമാവും, ഇടമതിയാവും. പേര് തപ്പിപ്പോയാലൊന്നും ഒന്നും വരാനില്ല എന്നാ പറയും. രണ്ടാളെ ഭാഗത്തിൽ നിന്നും നിയത്ത് വരണം. ഭംഗിയായിട്ട് വിറിയയിലും പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു നോക്ക്. കമാലൗ ഖാല അബൂബനാത്തിൻ, കുറേ പെൺകുട്ടികളുടെ ഉപ്പയാണ്. സബ്ബജുതുക ഇഹദാഹുന്ന എന്നാ പറഞ്ഞത്. ഇഹദാഹുന്ന കൊണ്ട് പെണ്ണിനെ മനസ്സിലാവോ? ബിന്ദി എന്ന് പറഞ്ഞു. ബിന്ദി എന്ന് പറഞ്ഞാൽ മുസ്തറക്കാവൂലേ? ഫാത്തിമ എന്ന് പറഞ്ഞു. ഫാത്തിമ എന്ന് പറഞ്ഞത് കൊണ്ട് ക്ലിയർ ആവോ? അന്തിമാവോ? വനവയാമയ്യനത്തൻ, വനവയാമയ്യനത്തൻ എന്താണ്? വലു ഗൈറൽ മുസമ്മാത്തി, ഇവിടെ പറയപ്പെട്ട പേരെന്നെ എഴുതണമെന്നുണ്ടാ?
രണ്ടാളും ഒരേ പോയിന്റാ കരുതിയത്. അവിടെ പ്രത്യേകം അഫുണ്ട് എന്നാണ്. അപ്പൊ എന്ത് വേണം? രണ്ടാളും നീയത്ത് വെക്കണം. വലിയും പുതിയ പളിയും വേണ്ടേ? വേണോ? രണ്ടാളിൽ നിന്ന് രണ്ടാൾ നീയത്ത് വെക്കാതിരുന്നു, അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒരാൾ നീയത്ത് വെക്കാതിരുന്നു, അല്ലെങ്കിൽ നീയത്ത് മാറ്റമായി പോയി. ഇയാൾ കരുതിയ അതല്ല ആര് കരുതിയത്. അവിടെ എല്ലാം നിക്കാഹ് ബാത്തിൽ മാറ്റും. അപ്പൊ ഇവിടെ കിനായത്തല്ലേ വരുന്നുള്ളൂ. നിങ്ങളുടെ നീയത്ത് കൂടെ കൂടിയിട്ടല്ലേ നേരെയായത്. മതിയാവൂലേ? അല്ലേ? ആ, പക്ഷേ ഇങ്ങനെ പോരാന്നാണ് ശറഹുൽ റൗദിലും അസ്നൽ മഖാലിബിലും ഫത്ഹുൽ മുഈനിലും ഇങ്ങനെ പോരാന്നാ പറയും. തയ്യീൻ തന്നെ വേണം. പേരും അറിയാൻ പറ്റുമെന്ന് പറയും. ഈ ഏതാവിനെ പറഞ്ഞാൽ പറ്റൂല എന്നാണ്. അവിടെ ശറഹുൽ റൗദിന്റെ വാർത്ത് അടിയിലുണ്ട്. അതെ, ഇപ്പൊ കിനായത്തല്ലായിരുന്നു. നീയത്തുകൂടെ ആയാ ശരിയായില്ലേ? നീയത്തുകൂടെ വ്യക്തോടു കൂടി കളി അന്തിമായില്ലേ? അപ്പൊ നീയത്തിന്റെ സഹായം വന്നില്ലേ? ശീലക്കേത്ത് സാധാരണ നീയത്ത് ഉപകരിക്കാറുണ്ടോ? വായി പറഞ്ഞതല്ലേ നോക്കല്. ഇതിപ്പോ കിനായത്തല്ലേ ആവുള്ളൂ. അതുകൊണ്ടല്ലേ നീയത്ത് വേണ്ടി വന്നത്. ലഫ്ള് ഇങ്ങനെ ആയാലും മതി. നലി ആ അങ്കഹത്തൊക്കെ പറയുന്നിടത്താ, കെട്ടിച്ചു തന്നു എന്ന് പറയുന്നിടത്താ കിനായത്ത് പോരാ, ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞിട്ട് നീയത്ത് വെച്ചാൽ മതിയാവുമോ? വിട്ടു തന്നു, ഒരു സൗജന്യം തന്നു, വിറ്റു, നിന്നെ ഏൽപ്പിച്ചു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് നീയത്ത് വെച്ചാൽ പോരാ. ആ സീകയില്ല, ഈജാബിന്റെ സീകയില്ലേ, ദബ്ബജ അങ്കഹ, അവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് പറ്റാത്തത്. എവിടെ പറ്റുന്നു? അവിടെ ഈ ഹെദാവനാത്തി പാടില്ല എന്നുള്ള ശബ്ദമാണ് റൗദിലുള്ളത്. അത് നിങ്ങളുടെ അടിയിലതാ അസ്നൽ മഖാലിബിന്റെ ഭാഗത്ത് അടിയിലതാ. ഇബ്നു ഖാസിമിൽ റൗദിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു എൻ്റെ വനാത്തിൽ നിന്ന് ഒന്ന്. അത് സബ്ബജത്തു അഹദക്കുമാ, അത് പുതിയാപ്പളിൻ്റെ അടുത്ത്. രണ്ടിൽ ഒരാൾക്ക് കെട്ടിച്ചു തന്നു, പുതിയാപ്പളിനെ തയ്യീനാക്കാണ്ട്. മറ്റേത് വാങ്ങുന്ന പെണ്ണിനെ തയ്യീനാക്കാതെ. രണ്ടും ബാത്തിലാണ്. ഫലവുമായ ഇഷാറ, ഇഷാറത്താക്കിയിട്ടും ഫലമില്ല. കണ്ടാ? ബൈഇൽ പറഞ്ഞതുപോലെ. എന്നിട്ട് അവിടെ പറയുന്നത് അന്ന തഅബീറ ഇഹദാമനാത്തി കൊണ്ടുള്ള തഅബീർ നിയ്യത്തിൽ മുഅയ്യനത്തി, മുഅയ്യനത്തിന് നിയ്യത്ത് ചെയ്താൽ സ്വഹീഹാണ്. ലാമാൽ ഇശാറത്തില്ല, ഇശാറത്ത് ചെയ്താലൊന്നും മതിയാവില്ല, നിയ്യത്ത് തന്നെ വെക്കണം. അന്നേരം ഒരു ഇഷ്കാലുണ്ട്. എന്താ ഇത്? ഏത് ഇശാറത്താണ് പറ്റാത്തത്, ഏത് ഇശാറത്താണ് മതിയാകുന്നത്? ഫത്ഹുൽ മുഈനിലുണ്ട് അതേപോലെ. വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണിനെ തയ്യീനാക്കണം. അപ്പോൾ എന്നത് ബാത്തിലും പുതിയാപ്പളന്റെ അടുത്തും ബാത്തിലായതുപോലെ അഹദക്കുമാന്ന് പറഞ്ഞ ശരിയാവോ? പുതിയാപ്പളന്റെ അടുത്ത് നിർണയമില്ലാണ്ട് അത് ബാത്തിലായതുപോലെ ഏതും ബാത്തിലാണ്. പെണ്ണിന്റെ അടുത്ത് നിർണയമില്ലെങ്കിൽ എന്തായി? വലവുമാലിശാറത്തി. പിന്നെ പറയുന്നുണ്ട് പിന്നെന്താ ഇശാറത്ത് പോരാ? ഇശാറത്ത് മതി എന്നല്ലേ പറയും. ഇശാറത്ത് കൊണ്ട് തയ്യീൻ കിട്ടിയല്ലോ. അപ്പൊ ഇതേത് ഇശാറത്താ? ഈ ഇശാറത്ത് ഇങ്ങനെ ചുമത്തണം പോലും. ഇശാറത്തും ബിൽയദി ഔ ബിർറൈസി ലാ ബിസീഗ. മദി എന്ന് പറഞ്ഞത് സീഗ കൊണ്ടുള്ള ഇശാറത്ത്. ദബ്ബയ്തുക ഹാദിഹി, ഹാദിഹി തലഫുദ് കൊണ്ടുള്ള ഇശാറത്തല്ലേ ഇത്? എന്താ പലോബില്ലി തയ്യീൻ കിട്ടി എന്നാ പറയുന്ന ഇശാറത്ത് കൊണ്ട്. പിന്നെ ഇശാറത്ത് പോരാന്ന് പറയും. പലോ മേലി ഇശാറ
അപ്പൊ ഇതെന്ത് ഇശാറത്താണ്? കൊള്ളാതെ ഇശാറത്ത്. ഏതാ മനാത്തി എന്ന് പറയുമ്പം അവന്റെ പെണ്ണിലേക്ക് ചൂണ്ടിഞ്ഞു പോലും തലഫുമില്ല. അതാ പറ്റാത്തത്. ഹാദിഹി എന്ന് പറഞ്ഞാൽ പറ്റൂല. ഹാദിഹി ഹാദിഹി പറ്റൂലേ? അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ എല്ലാവരിലേക്കും മൊത്തത്തിൽ ഇശാറത്ത് അങ്ങനെ വെച്ചാലും മതി. പറ്റാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണിലേക്കും മൊത്തം. പിന്നെ ഏതാ പറ്റല്? ഇശാറത്ത് മതി, ഇശാറത്ത് പോരാന്നല്ലേ പറഞ്ഞു. ഇതേത് ഇശാറത്ത്? അദ്ദേഹം അങ്ങനെ ചുമത്തിയല്ല. ഏതാ മനാത്തി? ഇലൽ മനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കണം. മൊത്തം എല്ലാ മനാത്തിലേക്കും കൂടെ ഇശാറത്ത് തിരിച്ചറിയുന്നില്ല, ഒരു പെണ്ണിലേക്കെല്ലാം. അങ്ങനെ ചുമത്തിയാലും മതി. അതെല്ലാം ഈ സ്ഥലത്തുണ്ട്. ഈ അടിയിൽ പറയുന്നുണ്ട്. ഇഷാറത്തു ഇലൽ മുസബ്ബജയാണെങ്കിൽ ഇഷാറത്ത് ഇലൽ ബനാത്തിലെത്തി അൽ മുസബ്ബജ യഹ്ദാഹുന്ന ഫലാ ഇഷ്കാല. എന്നിട്ട് അങ്ങനെ പറയുന്നതാ. ബനാത്തിലേക്ക് മൊത്തം ഇഷാറത്താക്കിയാലാണ് പറ്റാത്തത് എന്ന് ചുമത്തേണ്ടി വരും. കണ്ട? പക്ഷെ അങ്ങനെയൊന്നല്ല. ഇവനതല്ല ഏതാ വനാത്തി മതി പോലും. കരുത്തുണ്ടെങ്കിൽ മതി. ഇതൊന്നും കരുത്തില്ലാതെടുത്താന്ന് പോലും. കണ്ട? അപ്പൊ മഴക്കൂറിനലിയായിട്ട് ആരെയാന്നിപ്പോ എണ്ണിയത്? പെണ്ണിനെ മാത്രം എണ്ണിയത്. അങ്ങനെ വരുള്ളൂ എന്നുണ്ടോ? ആണിന്റെ ഭാഗത്തും വരൂലേ? വലായ ശർവനി എന്റെ മിസ്രാബിൽ ബനാത്തി അബുൽ ബനി. ഇതേ അനുഭവം എവിടെയും വരും. അബുൽ ബനീൻ കുറേ ആൺകുട്ടികളുടെ ഒപ്പ. ഒരു ചെറിയ ആൺകുട്ടിയാ പുതിയാപ്പളയാകുന്നു അബുൽ ബനീൻ. ഇതേപോലെ തിരിച്ചും മഹ്ഫൂദുനലിഹി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പോലെ. വലായഫ അന്ന മിസ്ല അബിൽ ബനാത്തി അബുൽ ബനി. എന്താ എങ്ങനെ? അപ്പൊ പുതിയാപ്പളന്റെ ഭാഗത്തും എന്ത് വന്നു? തയ്യീനില്ലായ്മ വന്നു. അബുൽ ബനീനാകുമ്പോ ഇബിനി ബിന്ദക്കാൻ. ഇബിനി എന്ന് പറഞ്ഞ ഏത് ഇബിനി എന്നൊന്നുമില്ല. കുറെ ഇബിനുണ്ട് ചേർത്ത്. എന്റെ മകനെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കബൂലാക്കുന്നത്, നിങ്ങളുടെ മകളെ കബൂലാക്കുന്നത് എന്റെ മകന്. നേരം മയ്യനത്ത് കരുതിയാൽ എന്താ പക്ഷെ അതിന് ഘടകവിരുദ്ധ അടിയിൽ വരുന്നുണ്ട്. പുതിയാപ്പളന്റെ ഭാഗത്ത് ഒരു ഒളിച്ചു കളിയും പറ്റൂല. അതിൽപ്പെട്ട തന്നെയല്ലേ ഇതു? ഏത് അബുൽ ബനീനെ പറയല് കുറെ അഭിനവുള്ള അറിയിപ്പ പറയൽ. ഒരു മകനെ ഞാൻ വിട്ടു തന്നു പുതിയാപ്പളയായിട്ട്. ഒരു മകന് ഈ നിക്കാഹ് ഏറ്റെടുത്തു. അപ്പൊ തൈയും കിട്ടുന്നുണ്ടാ? അപ്പം പയ്യ വരുന്നത് എതിരാകുന്നു. പിന്നെ ഇങ്ങനെ ആക്കണം. സ്വന്തം പുതിയാപ്പളയാകലും ഉപ്പ കെട്ടിച്ചിട്ട് പുതിയാപ്പളയാകലും മാറ്റേണ്ടത് എന്ന് പറയേണ്ടി വരും. ഉപ്പ കെട്ടിച്ചിട്ട് പുതിയാപ്പളയാകുന്നിടത്ത് തയ്യും വേണമെന്നില്ലാന്നു. സ്വന്തം കെട്ടുന്നിടത്ത് എന്ത് വേണമെന്നു? ഇവിടെ സ്വന്തം അല്ലല്ലേ കെട്ടുന്നത്, ഈ വലിയല്ലേ കെട്ടിക്കുന്നു. ഈ ആൺകുട്ടീൻ്റെ വലിയല്ലേ കെട്ടിക്കുന്നു. ഇവനെ പുതിയാപ്പളയാക്കി എന്നല്ലേ പറഞ്ഞു. ഇവന് വേണ്ടി ഞാൻ നിക്കാഹ് സ്വീകരിച്ചു എന്നല്ലേ വരുന്നത്. പക്ഷേ പുതിയാപ്പളുടെ ഭാഗത്ത് തയ്യും തന്നെ വേണം എന്ന ശബ്ദമാണ് ഏറ്റവും മികച്ചത്. അവിടെ ഒരു കളിയും പറ്റൂല എന്നാണ്. ഒരു കളിയും പറ്റൂല എന്നാണ് കേട്ടാ വരുന്നത്. നിക്കാഹിന്റെ സീഗ സബജ അംഗഹ ഹിയൽ മുഹല്ലിലത്തു. അതാണ് ആലാ പെണ്ണിനെ ഹലാലാക്കി തരുന്ന വാക്ക്. ഇവിടെ കൂടുതലായി സൂക്ഷ്മത പാലിക്കപ്പെട്ടു. അവിടെയാണ് എന്ത് പറ്റാത്തത്? ഇതിനകത്ത് പിന്നെ പറ്റൂ. പേര് കട്ടി പറഞ്ഞാലൊന്നും ഒന്നും വരില്ല.
രണ്ടാൾക്കും ഒരേപോലെ നീയത്തുണ്ടെങ്കിൽ വലായക്ക് ഫീ സബജതു ബിന്ദി അഹദകുമാ പറ്റോ അത് മറ്റേ ശിക്ക് മഅഖൂദുൻ അലൈഹി എന്ന് പറഞ്ഞാൽ പുതിയാപ്പളല്ല പുതിയാപ്പളന്റെ അടുത്ത് തന്നെ വേണം തയ്യൻ തന്നെ വേണം മനസ്സിലാവില്ല എന്നാലും അത് ഇവരുടെ വാക്കിൽ നിന്ന് പിന്നെ തിരിഞ്ഞാലും മതി ഇത് പെണ്ണെന്ന് ഷാഹിദൈനി അത്രത്തോളം മനസ്സിലാക്കി എടുക്കേണ്ടതില്ല ഒരു പെണ്ണിൻ്റെ ഈ പറയപ്പെട്ട ആളുടെ അങ്ങനെ നടന്ന് അത് പുതിയാപ്പള വലിയ അവർക്കറിയാം അവരോട് ചോദിച്ചാൽ മനസ്സിലാവും അത്രേ കൊണ്ടുപോ ഇങ്ങനെ മദീന പറയും വലായക്ക് ഫീ ദബ്ബജതു ബിന്ദിയ അഹദകുമാ പറ്റില്ല അപ്പൊ ആരാ ഏറ്റെടുത്തത് നമുക്ക് ചെയ്യില്ല അവിടെ കർശന നിയമമാണ് മുത്തലാഖൻ മുത്തലാഖൻ പറയും രണ്ടാളും കരുതിയാലും പറ്റോ പുതിയാപ്പള കെട്ടിക്കുന്ന ആളും കരുതി പിന്നെ ആടെ ഒന്നും ഒരു അടവും നടക്കോ അഹദകുമാ പറഞ്ഞ അവിടെ ആ ഓം ശരിയായ അധിപനാന്ന് പോയി ഈ നിക്കാഹിന്റെ ശരിയായ രാജാവാന്ന് തോന്നി അതുകൊണ്ട് അവിടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാന്നാണ് അക്കണക്കിന് നേരത്തെ പറഞ്ഞിടത്തും വിട്ടുവീഴ്ച ആക്കണ്ട രക്ഷിതാവ് തൻ്റെ കുഞ്ഞുമോനെ പുതിയാപ്പളയാക്കുന്നിടത്തും തൈയും വേണമെന്നല്ലേ അടക്കിട്ടല് ഇനി വലോ കാലൽ വലിയോ വലിയ പറഞ്ഞു സബ്ബജിത്തു മുതൽ വേണ്ടപ്പെട്ടതെല്ലാം പറഞ്ഞു കാല സൗജു പറഞ്ഞു കബിൽത്തു മഫൂലില്ലാണ്ട് കബിൽത്തു മുത്തലാഖ് എന്ന് പറഞ്ഞാല് ഒരു മുത്തവസ്സിത്ത് വന്നാലും ഇല്ലെങ്കിൽ മുത്തവസ്സിത്ത് വന്നിട്ട് നിന്റെ മകളെ നീ കെട്ടിച്ചില്ലേ അന്നേരം നീ സ്വീകരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോക്കർ വരുത്തുണ്ടല്ല അത് അല്ലെങ്കിൽ മുഖാബിലി മുമ്പ് പറഞ്ഞത് പ്രകാരവും മുഖാബില പ്രകാരം ഒന്ന് പ്രകാരവും പറ്റൂല മുത്തലാഖൻ അല്ലെങ്കിൽ കബിൽതുഹു എന്ന് പറഞ്ഞു നിക്കാഹിലേക്ക് മടക്കിയിട്ട് വലോ ഫീ മസ്അലത്തിൽ മുതവസ്സിത്തി എവിടെയായാലും ശരി അലാമാ മറ 218 മുതവസ്സിത്ത് വന്നാൽ പോലും കബിൽതുഹു മതിയാവൂല മുതവസ്സിത്തിന്റെ അടുത്ത് മതി എന്നൊരു കൗലാടെ പറഞ്ഞു അത് ഉടച്ചു ചേർത്തിട്ടുണ്ട് 218 മറിച്ച് നോക്കിയാൽ കാണും മുതവസ്സിത്താണെങ്കിൽ അത്ര മതി എന്നിട്ട് വയ്യ റദ്ദ് ചെയ്തിട്ടുണ്ട് മുതവസ്സിത്ത് ഇല്ലാ ഫിൽ മുതവസ്സിത്തി കബിൽതുഹു മതിയാവുകയില്ല മുതവസ്സിത്ത് വന്ന മസലയിൽ ഒഴികെ മുതവസ്സിത്ത് വന്നാൽ മതിയാകുമെന്നാണ് അലാമ ഫിർ റൗള ലാകിൻ റദ്ദുഹു അവിടെയും മതിയാവില്ല 218 ലം യനഖി നിക്കാഹ് ഇത് പാസ്സായിട്ടില്ല എന്തേ അലൽ മദ്ഹബ് എന്താ മുടക്കോ ലിന്തിഫായി ലഫ്ലി നിക്കാഹ് മഫ്ഊലായിട്ട് നിക്കാഹിന്റെ സീഗ വന്ന തസ്വീജിന്റെ സീഗ വന്ന കമാമറ ഈ കമാമറ രണ്ടിലേക്കും മടക്കാൻ പറ്റും കമാമറ എന്ന് പറഞ്ഞാൽ കബിത്തു എന്നത് പറ്റൂല 218 പറ്റൂല കമാമറ പിന്നെ നിക്കാഹ് തസ്വീജ് എന്ന സീഗ തന്നെ കുടുങ്ങണം കമാമറ 220 ഇല്ലേ ഇപ്പൊ കമാമറ 220 ആക്കിയാലും പറ്റും ഏതാക്കിയാലും പറ്റും 18 218 പറയുന്നത് വെറും കബിത്തു കൊണ്ട് യാതൊരു കാര്യവുമില്ല കബിൽതുഹു കൊണ്ട് കാര്യമില്ല ചേർക്കുമ്പോൾ നിക്കാഹിന്റെ പരിപ്പ് തന്നെ ചേർക്കണം മഫൂലാക്കിയിട്ട് അല്ലെങ്കിൽ തസ്വീജിന്റെ പരിപ്പ് മഫൂലാക്കി ചേർക്കണം എന്ന് 218 പറഞ്ഞില്ലേ അപ്പൊ കമാമറ വെറും കബിൽത്ത് പറ്റൂല കമാമറ നിക്കാഹിന്റെ ലഫ്ള് തസ്വീജിന്റെ ലഫ്ള് കുടുങ്ങാത്തത് കൊണ്ടാണ് പറ്റാത്തത് അങ്ങനെ കുടുങ്ങണമെന്ന് കമാമറ 220 220 ആവുന്നത് അവിടെ ഇനി ചെറുവാനി ഒന്ന് ശരിയാക്കി ഈ കമാമറിന്റെ ഭയം ചെറുവാനിയിലൊരു അട്ടി വന്നു എന്താണ് അങ്ങനെ 220 ആയി എന്നിട്ട്
ഷർത്തുള്ള ഷർത്ത് പറയുന്നു. അതിന് ശേഷം വല്ലതീൻ്റെ അപ്പുറം എന്താ വല്ലതീ വല്ലതീയത്തജിഹൂ എന്ന് ചേർക്കണം. ചോർന്ന് പോയതാ വല്ലതീയത്തജിഹൂ. അതുകൊണ്ട് നല്ലത് ഇത് നേരത്തെ പറഞ്ഞ ചർച്ചയിലേക്ക് മടക്കലാണ് 218 വിമാനക്കറവ് എന്ന് പറഞ്ഞാൽ കബൂലിന്റെ ഒരു ചർച്ചയില്ലേ? കബിൽത്ത് മാത്രം കൊണ്ട് പോയിരിക്കൂല, കബിൽത്ത് ഹാ കൊണ്ട് പോയിരിക്കൂല, കബിൽത്ത് ഹൂ കൊണ്ട് പോയിരിക്കൂല എന്ന മേഖലയിലേക്ക് മടക്കുക. പറഞ്ഞ എത്ര 218 ആവും. 218 ശരിയായില്ലേ? വല്ലതീയത്തജിഹൂന്നാക്കി മാറ്റി. ഇനി എന്താ വല്ലതീയത്തജിഹൂന്നാക്കിയില്ല. നീ കമാതക്കറവ് വന്നോണ്ടിരിക്കും. അപ്പോൾ അവിടെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കണം. കമാതക്കറവ് പറയുന്തോറും നോക്കേണ്ടി വരും. എന്താ വല്ലതീയത്തജിഹൂന്നാക്കി ചേർത്തി പറയണം. ഇനി ഇപ്പുറം എന്ന് പറഞ്ഞാൽ ബൈഇന്റെ അടുത്ത് പറ്റൂല എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. നിയത്ത് ചെയ്താലും പറ്റൂല. നിക്കാഹിനേക്കാണ് കർശനമായിട്ട് ബൈഇന്റെ അടുത്ത്. എന്താ ഇബ്നു ഖാസിം കണ്ട فتقدم في الحاشية حاشية ابن قاسم في البيع عن شرح البابي بطلانه في أحد اللفظين بيتك أحد اللفظين بيتك أحد الثوبين എന്ന് പറഞ്ഞു. രണ്ടാളും നിയത്ത് വെച്ച് മതിയാവോ എന്ന് മസലയും പറഞ്ഞിട്ടുണ്ട്. അക്കണക്കിന് നിക്കാഹിലും അങ്ങനെയാ പറ്റും. അഹദക്കുമാ പറ്റൂല എന്നാ പറ്റി. ബൈഇന്റെ അടുത്ത് അങ്ങനെ സമർത്ഥിച്ചിട്ടുണ്ട്. 4,251 നോക്കണ്ടത് എന്താ അവിടെ കുട്ടിക്കും തകർന്നമാന്ന് പറഞ്ഞാൽ 4,251 എന്താക്കിയത്? 4,251 അത് വന്നത് കേട്ടാ. ഇനി എന്ത് فلو قال الزوج للولي زوجني بنتك فلو قال الزوج زوج പറഞ്ഞു വലിയനോട് زوجني بنتك അബൂലല്ല ചെയ്യും അംറു ഫീലി നിർബന്ധം പിടിക്കാൻ زوجني بنتك അപ്പോൾ അബൂല തൊട്ട് പറഞ്ഞു മതി. فقال الولي زوجتك بنتي ഇജാബ അതിന്റെ ഹക്ക് പോലെ കബൂല് ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കബൂലല്ല, കബൂലല്ല, വേറെ അതിന്റെ ഒരു പരിഷ്കരിച്ച മോഡലാ മുന്തിയത്. അത് മതിയാവോ? ഇനി മറ്റൊന്ന് വലിയ സൗജിനോട് പറയുന്നു ഈജാവാക്കി കൊടുക്കല്ല ചെയ്യുന്നത്. നിങ്ങൾ ആരെ വിവാഹം ചെയ്യുവീ ഐബിന്ദി فقال أي زوج تزوجت تزوجت അല്ല. അപ്പൊ നേർക്ക് എന്നെ കബൂലി. ഇവൻ ഈജാബ് നേർക്ക് പോലെ ചെല്ലിയ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചതല്ലോ. എത്രയോ മതി. ഈജാബ് മാറ്റണ്ട, കബൂലും മാറ്റണ്ട. വളരെ സൂപ്പറായി. ഇവിടെ തേടലി വരുന്നുണ്ട്. വളരെ അങ്ങേയറ്റത്തെ തേടലി വൃത്തത്തിന്റെ മേലെ അറിയിക്കുന്നത്. ഇതിനാലപ്പുറം ഇനി എന്താ വേണ്ടത്? ജപ്പിച്ചിനി ബിന്ദക്കാന്നല്ലേ കൽപ്പന കൊടുത്തത്. അങ്ങേയറ്റം ഇറക്കല് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി കബൂല് വേണം. അത് കബൂല് മുഖത്തമായിട്ട് സ്വീകരിക്കും. അമ്രഫീൽ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ എന്റെ മകളെ നിങ്ങൾ കെട്ടുകയും അന്നേരവും പറഞ്ഞ് ഈജാബിന്റെ സീക മൊഴിഞ്ഞ ഇനി എന്തിനാ മൊഴിയും? ഇവന്റെ ആ അഭ്യർത്ഥന കാണുമ്പോ ജാസിമായിട്ടില്ലേ, റിദ്വാന്റെ മേലെ അറിയിച്ചില്ലേ? ഇനിയൊന്നും വേണ്ട. ഇതിന്റെ തെളിവായിട്ട് പറയുന്നത്
ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. എന്താ ഉണ്ട്? അന്ന ഖാതിബൽ വാഹിബത്തി, ശരീരം നബിതങ്ങൾക്ക് വിട്ടുകൊടുത്ത, അന്ന ഖാതിബൽ വാഹിബത്തി, നബിതങ്ങൾക്ക് ശരീരം വിട്ടുകൊടുത്ത ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഹിത്വത്ത് പറഞ്ഞ ആള്, നബിയെ നീ തങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് കെട്ടിക്ക്, ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? ആ സംഭവം, ഒരു സംഭവം പറഞ്ഞിട്ടില്ലേ ബുഖാരി മുസ്ലിമില്? ഇത് നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് അഭ്യർത്ഥിച്ചു തങ്ങള് കെട്ടണം, തങ്ങള് കെട്ടണം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞ്? തങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. അതാണ് ഖാതിബുൽ വാഹിബ്. നബിതങ്ങൾക്ക് ശരീരം വിട്ടുകൊടുത്ത ആ പെണ്ണിനെ അന്വേഷിച്ച ഒരാള് അയാള് കബൂലൊന്നും ചെയ്തിട്ടില്ല. കെട്ടുമ്പോ നബി കെട്ടിച്ചു കൊടുത്ത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേരം അയാൾക്ക് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം കബൂൽ ഉണ്ടായിട്ടില്ല. അയാള് നബിയോട് പറയുകയാണ് ചെയ്തത്, എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് നബി തന്നെയാണ് കെട്ടിക്കേണ്ടത്. നബി ഞങ്ങൾ അതിന്റെ ഹക്ക് പോലെ തന്നെ കെട്ടിച്ചത്. അവിടെ വലം യുങ്കൽ അന്നഹു ഖാല, ആ ഖാതിബ് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. വഹദഹു സബ്ബജ്തുകഹ എന്നതിന്റെ ശേഷം തസബ്ബജ്തുഹാ എന്നോ ഖബിൽതു നികാഹ എന്നോ ഈ ഖാതിബ് പറഞ്ഞോ? എന്ത് മതി? അപ്പൊ എന്തിന് തെളിവായി? ആരെ ഭാഗത്ത് തെളിവായി? അത് ഒന്നാം ജുസീനെ തെളിവാവുള്ളൂ, രണ്ടാം ജുസി അല്ല. അത് ഒന്നാം ജുസീനെ തെളിവായി ഇല്ലേ? പറഞ്ഞ മനസ്സിലാക്കി. അപ്പൊ അതിനോട് ഖിയാസ് പറ്റിയത്. അമ്രുഫീലാണ്, അഭ്യർത്ഥന മാത്രം പോരാ. അമ്രുഫീലാണ് മേത്തേക്ക് പോകും. അവിടെയാണ് ശീലയെ തൊട്ട് മതിയാകും എന്ന് പറഞ്ഞത്. ബലീന്റെ ഭാഗത്തായാലും പുതിയ കൊണ്ട ഭാഗത്തായാലും അമ്രുഫീലാണ് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് പോയി പുതിയ അഭ്യർത്ഥിക്കുന്നു, നീ എനിക്ക് കെട്ടിച്ചു തരുമല്ലോ. എന്നല്ല, പിന്നെ അത് മതിയാവില്ല. അതൊരു അഭ്യർത്ഥന മാത്രമേ ആവൂ. അൽ ഇസ്തിദ്ആഉൽ ജാസിമു ദാലു അലറിമയാവോ? അല്ലെങ്കിൽ അത് ദബ്ബജ്തനി, നിങ്ങൾ എനിക്ക് കെട്ടിച്ച് തന്നില്ലേ? ദബ്ബജ്തനി അഭ്യർത്ഥനയായിട്ടുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിച്ച് തന്നല്ലോ, പിന്നെ എനിക്ക്. ഇതെല്ലാം സാധാരണ അഭ്യർത്ഥനയായിട്ടുള്ളൂ. അതുകൊണ്ട് ഈജാവായിട്ട് പരിഗണിക്കോ? അതുപോലെ വലിയ ഭാഗത്ത് അമ്രുഫീലും കിടക്കണം. വലിയ അമ്രുഫീൽ തന്നെ പറയണം, എന്നാലാണ് ഈജാവിനെ തൊട്ട് മതിയാവുള്ളൂ. എന്ത് പറഞ്ഞു? നീ കെട്ടുമല്ലോ, നീ കെട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രതീക്ഷ മാത്രമേ ആയിരുന്നുള്ളൂ. നീ കെട്ടിയില്ലേ? നേരത്തെ പറഞ്ഞ പോലത്തെ അൽജസ്മായിട്ടില്ല ഞാൻ. പക്ഷെ ഇവിടെ ഒരു മാർഗമുണ്ട്. ഇൻഖബില ഒന്നും കൂടെ റീഫണ്ട് ആക്കി. ഇൻഖബില ഔജബ കാനിയ കബൂലൊന്നും കൂടെ മാറ്റാൻ ഒട്ടന്നെ. അരി അരി ഏത് സീലയില് ഒന്നും കൂടെ കബൂല് പുതുക്കിയാൽ മതി. ഈജാബ് മാറ്റാണ്ട്. എന്താ ഞാൻ കബില ഔജബ സാനിയ സ്വഹാം എവിടെ മാറ്റേണ്ടത്, എവിടെയാ മാറ്റേണ്ടാത്തത് എന്ന് പറ. കബില എന്ന് പറഞ്ഞത് എവിടെയാ? കബൂലൊന്നും കൂടെ മാറ്റിയാൽ രക്ഷപ്പെട്ടു. എവിടെയാ മാറ്റേണ്ടത്? അടെന്താ വേണ്ടി?
ഒന്നും കൂടെ കട്ടിക്കൂട്ടുന്നു. എന്താ വേണ്ടത്? കബൂലൊന്ന് മാറ്റിയാൽ പ്രശ്നം അവസാനിച്ചു പോലും. ഇപ്പൊ എങ്ങനെയാണ്? നസ്റുൻ അലാ തർത്തീബിൽ അഫ്ആഖ് ആദ്യത്തെ അടുത്ത് കബിലാകും. ഏതാദ്യത്തത്? തുദബിജുനി എന്ന് പറഞ്ഞു. അവിടെ 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 മുടക്കം. ഒന്ന് സബിജിനിയാന്ന്, മറ്റേത് തദബ്ബജിഹാ. ഒരു സ്ഥലത്ത് എന്ത് വേണം പോലും കബൂല് മാറ്റണം, മറ്റേ സ്ഥലത്ത് ഈജാബ് മാറ്റിയാൽ തീർന്നു പോലും. എവിടെ ശരിയാകാത്തത്? സബിജിനി പറയേണ്ട പുതിയാപ്പള പറഞ്ഞത് എന്താണ്? തുദബിജുനി എന്നാ പറഞ്ഞത്. അത് മുൻകടന്ന വാക്കാ. അന്നേരം നേർക്കന്നെ ഇവൻ എന്ത് ചൊല്ലിയിട്ടുണ്ട്? കെട്ടിച്ചു തന്നു. അപ്പൊ ഏതാ മാറ്റി? അതെ, കബൂല മാറ്റണ്ട. കബൂല് മാറ്റിയാൽ മതി. നേരത്തെ പറഞ്ഞത് പോട്ടെ, പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞത് കൊണ്ടാവൂല എന്നേ ഉള്ളൂ. ഈ ഈജാബ് കൊണ്ട് ഉപകരിക്കൂല എന്നല്ല. കബൂലിനാണ് അവിടെ പ്രശ്നം. എന്താക്കിയാൽ മതി? കബൂല് മാറ്റിയാൽ മതി. പിന്നെ രണ്ടാമത്തത് തസബ്ബുജിഹാൻ. തസബ്ബുജിഹാൻ എടുത്തുന്ന അതെ, അവിടെ തസബ്ബുജിഹാൻ എന്ന് പറഞ്ഞു. അവിടെയോ അല്ലേ? ഈജാബ് മാറ്റിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ പറ്റൂല. കുൽ തസബ്ബജ്തുഹാ. നീ പറയേണ്ടത് എന്താന്ന് എന്നോട്? തസബ്ബജ്തുഹാ. അപ്പൊ പറയേണ്ട സീരേ ആയിട്ടുള്ളൂ. നിക്കാഹിന്റെ അകത്തെല്ലാം വിഷയം കിടക്കുന്നു. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ ശൈലി മാറിപ്പോയില്ലേ? നിങ്ങൾ കെട്ടണം കെട്ടണ്ട എന്നുള്ള ചർച്ചയല്ല അത്. കുൽ തസബ്ബജ്തുഹാ. അതുപോലെ ഔ സബ്ബജ്തുഹാ. തസബ്ബജ്തുഹാ എന്നാ പറയേണ്ടത് നിങ്ങൾ എന്ന് വലിയ പറഞ്ഞു കൊടുത്തു. എനിക്ക് പുതിയ അല്ലെങ്കിൽ സബ്ബജ്തുഹാ എന്ന് പറയുകയും ഇങ്ങനെയാണ് പറയേണ്ടത്. ഐജാബോ കുൽ സബ്ബജ്തുഹാ എന്നഹു ഇസ്തിദ്ആഉൻ ലിലഫ്ദി. അത് ഒരു ലഫ്ദിനെ ഇസ്തിദ്ആഅ ആയിട്ടുണ്ട്. തസ്ബീജായോ? ആടെ നോക്ക്, ദൂനത്ത് തസ്ബീജി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റോ? ദൂനത്ത് തസ്ബീജി എന്നാ പറഞ്ഞത്. അവിടെ എന്തോ ചേർക്കണ്ടേ? എന്താ ചേർക്കണ്ടി? ദൂനത്ത് തസ്ബീജി ചെറുവാനി നോക്ക്. ദൂനത്ത് തസ്ബീജി 14-ാം വരി. ആ സിയാദത്തു അബി തസബ്ബുജി. അബി തസബ്ബുജി എന്നതും കൂടെ ചേർക്കണം. ദൂനത്ത് തസ്ബീജി പോലെയല്ല. തസ്ബീജ് അല്ല ഇവിടുത്തെ പ്രശ്നം, തസബ്ബുജും അല്ല. കൗലാണുള്ളത്, തസ്ബീജുമല്ല. എന്തുമല്ല? ഒന്നാം മസലയിൽ തസ്ബീജും അല്ല, രണ്ടാം മസല എന്തുമല്ല. അപ്പൊ ചേർക്കണമായിരുന്നു ദൂനത്ത് തസ്ബീജി എന്നതിന്റെ കൂടെ എന്തും കൂടെ ചേർത്താലേ ശരിയാവും. തസബ്ബുജി. അവിടെ തസ്ബീജി പറ്റോ? ചെറുവാനി 14-ാം വരി തിരുത്തി. ഖാനല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വേണോ? ആ പിന്നെ പറഞ്ഞാൽ പറ്റോ? പുതിയ പണം ഈ പെണ്ണിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയേണ്ടടുത്ത് സബ്ബജ്തു നഫ്സി എന്ന് പറഞ്ഞാൽ പറ്റോ? അത് മോഡൽ മാറിയെന്നല്ലുള്ളൂ. ഞാൻ എൻ്റെ ശരീരത്തെ ഇണയാക്കി ആക്കി ആ പെണ്ണിൻ്റെ കൂടെ. സബ്ബജ്തു നഫ്സി കബിൽതു നിക്കാഹ് പകരം സബ്ബജ്തു നഫ്സി എന്ന മോഡലിലുള്ള കബൂൽ പറ്റോ? അല്ല, അർത്ഥത്തിലാകുന്നുണ്ടല്ല. അത് ഇനി മിമ്പിന്തിക്ക, അത് രണ്ടിലേക്കും പോകണം. മഫൂലില്ല എന്നുള്ളതല്ല, മോഡൽ മാറ്റിമറിച്ചത് കൊണ്ട്. അത് ഇനി എൻ്റെ മകനെ ഞാൻ ഇണയാക്കി മിമ്പിന്തിക്ക, അത് രണ്ടിലേക്കും മതിയാവോ? കബിൽതു നിക്കാഹ തന്നെ വേണം. നടത്തിയ ഇജാബ് സ്വീകരിക്കലാണ് വേണ്ടത്. ഇണയാക്കി മാറ്റല് പോരാ. എന്ന സൗജ സൗജ് ഒരിക്കലും എന്തല്ല ാവോ? ഭൂമിലോകത്ത് ഒരു സ്ഥലത്ത് എന്തായിട്ടുണ്ട്? മഹ്ഫൂദുൻ അലൈഹിന്റെ വിധി നടത്തിയിട്ടുണ്ട്.
മഅഖൂദുൻ അലൈഹി അല്ല യഥാർത്ഥത്തിൽ ആര്. അപ്പൊ സബ്ബത്തു നഫ്സി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ ശരീരം ഇണയാക്കുന്നുണ്ടോ ഇല്ലയോ ആര് ചോദിച്ചു? ഈ പെണ്ണിന്റെ ദേഹമാണ് മഅഖൂദുൻ അലൈഹി. പെണ്ണിന്റെ ദേഹമല്ലേ ഇണയാക്കി തന്നത്, അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയണ്ട. നിന്റെ ശരീരം നീ ഇണയാക്കി കൊടുത്തണോ ഇല്ലയോ എന്നല്ല. ലാസിമോട് കിട്ടുന്നുണ്ട് ഞാൻ മതിയാപ്പിളയായി, മതിയാവോ? ഇവിടെ രണ്ട് മോഡൽ പറഞ്ഞെന്താ? സബ്ബത്തു നഫ്സി എന്ന് പറഞ്ഞ് സബ്ബത്തു ഇബ്നി. ഒന്ന് നേരിട്ട് തന്നെ മതിയാപ്പിള പറഞ്ഞത്, പിന്നെ രക്ഷിതാവ് പറഞ്ഞത്. അവിടെ കബൂലല്ല നടത്തിയത്. കബൂല് നടത്തേണ്ട സ്ഥാനത്താണ് എന്ത് പറഞ്ഞത്? അവിടെ എന്താ മുടക്കം? സബ്ബന പറയേണ്ടിക്ക് തസ്ബീജ് സ്വന്തം ശരീരത്തിന് തസ്ബീജുണ്ടോ? മഅഖൂദുൻ അലൈഹിന്റെ ഹുക്മ് നൽകപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? ദൗജിന്. എവിടെ? അനമിങ്കിദാലികുൻ, ഞാൻ പോയിക്കോളാം, ഞാൻ വിവാഹത്തിൽ നിന്ന് ഒഴിവായി, ഞാൻ പോക്കായി, എന്നാ തലാക്കായി പോലും നീയത്തുണ്ടെങ്കിൽ എന്ന് 8-ാം ജുസിൽ സമർത്ഥിച്ചിട്ടുണ്ടല്ല. 8:41 8:41 ഗണ്യതമായിട്ട് പറയുന്നുണ്ട്. ആടെ ഒരു പുതിയാപ്പിളന്റെ സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട്. മഅഖൂദുൻ അലൈഹിയാക്കി സങ്കല്പിച്ചിട്ടുണ്ട് 8:41 ഒരു മസലയിൽ. അവിടെ തലാക്കാകുന്നുണ്ട് പോലും ഈത്ത് വെച്ചാൽ. കാരണം ഇവർ മഅഖൂദുൻ അലൈഹി ഇവൻ പറയുന്നത് ഞാൻ രാജിവെച്ച്, ഞാൻ പോയിക്കോളാം. അനാ അവൻ പറഞ്ഞത് ഇതാ മലക്കാല പുതിയാപ്പിള പറഞ്ഞു, അനാ ഞാൻ മിങ്കി നിന്നിൽ നിന്ന് താലിക്കു തലാക്ക് നേടിയിരിക്കുന്നു. തലാക്ക് കരുതുകയും ചെയ്തു. തലക്കത്ത് ഇവനിക്ക് ഈ പെണ്ണിനെ കൊണ്ട് പല തടസ്സങ്ങളുമുണ്ട്. ഈ പെണ്ണിന്റെ ബന്ധുവിനെ കെട്ടിക്കൂടാ. ഇത് ഈ പെണ്ണുൾപ്പെടെ 4 ഉണ്ടെങ്കിൽ 5ാമത്തെ പെണ്ണിനെ കെട്ടിക്കൂടാ. അതുപോലെ ചെലവ് നടത്തണം. ഇങ്ങനെ കണ്ട ചൊറകളുണ്ട്. അവയിൽ നിന്നെല്ലാം ഞാൻ ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലാഖ് തന്നെ ആയി എന്നാ പറയും. അനമിങ്കി താലിക്കുന്നു. തലാഖിന്റെ ഉടമ ഇവനാ. ഞാൻ മിങ്കി താലിക്കുന്നു. അപ്പൊ തലാഖിനെ ആരിലേക്കാ ചേർത്തത്? പുതിയാപ്പിളയിലേക്ക് ചേർത്തിയാൽ പറ്റുമ്പോൾ ആ ഒരു മസലയിൽ 8:41 അവിടെ പറ്റിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മഅഖൂദുൻ അലൈഹി ആരല്ല. ഈ ഒരു മസലയിൽ മഅഖൂദുൻ അലൈഹി ആക്കിയിട്ട് ആരെ പിടിച്ചിട്ടുണ്ട്? ദൗജിനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഒന്നും പിടിക്കൂല, ഒന്നും മതിയാവില്ല, അതൊന്നും നടക്കൂല, പറ്റൂല. പിന്നെ ഇനിയെന്താ വേണ്ടി? ഗൈബത്തിൽ പറഞ്ഞു എന്നിട്ടോ പിന്നെ ലെറ്റർ എഴുതിയിട്ട് അപ്പുറം കൊടുത്ത് അവൻ വായിച്ച് ഗൈബത്തിൽ പൊട്ടിച്ച് ഫുലാൻ എന്ന് പറഞ്ഞ പുതിയാപ്പിള എന്നിട്ട് കടലാസ് എഴുതിയിട്ട് എറിഞ്ഞു കൊടുത്ത് ഓൻ പറഞ്ഞു, ഓ വളരെ ഉഷാറായിട്ട് കവിത്തു പറ്റോ? ഇല്ല. പിന്നെ എവിടെ പറ്റലി? ബൈന്റെ അടുത്ത് പറ്റൂ. ബൈന്റെ അടുത്ത് കടലാസ് എത്തിയാൽ പറ്റും പോലും. ബൈന്റെ അടുത്ത് പറ്റും. കിതാബിൽ ബൈ ഓതുന്നുണ്ടാ? 4:224. എന്റെ സാധനം ഞാൻ വിറ്റു സൈദിന്, എന്റെ സാധനം ഞാൻ വിറ്റു സുഹൈലിന്. മോനോടല്ല പറയും, നിനക്ക് എന്നല്ല, എന്റെ സാധനം ഞാൻ സുഹൈലിന് വിറ്റു എന്ന് കടലാസ് എഴുതിയിട്ടിട്ട് കൊടുത്തു. കബൂലാക്കി പോയി. മതി എന്ന പയ്യന്റെ അടുത്ത് മതി. 4:224 ഇതല്ലേ അതിനല്ലേ മതിക്കാൻ പറയും. മതിയാവും പോലും. അന്ന് മതിയായി. ആടെ വളരെ വിശാലമാണ്. അത്ര വിശാലത ആടെയില്ല. കാരണം ഈ അന്ന പിന്നിക്കായി ബുദ്ധി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 221. ആ ഭാഷയാണ് നമുക്ക് പറ്റാത്തത്. ഇങ്ങനെല്ലാം ഉണ്ട്. പിന്നെ ഈ എന്ന ഹൗസാവും ഏതാ ഹൗസായി അതിലേക്ക് പറ്റില്ല എന്നുള്ള സംഭവമാണ്. എന്താ